നമസ്തേ. രത്നശാസ്ത്ര ആരംഭിക്കുകയായി ജനൻ ടി വിയിൽ. ഒപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സർ. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് വന്ന ഒരു കാര്യമായിരുന്നു ജെയ്ഡ് എന്ന് പറയുന്ന ഒരു രത്നത്തെക്കുറിച്ച്. നമുക്ക് അതിൻ്റെ ഒരു വിവരങ്ങൾ പൂർണ്ണമാക്കാനായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പറ്റി. അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഇതിൽ ഒരു അടുത്തൊരു എപ്പിസോഡിൽ പങ്കുവയ്ക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഈ ജെയ്ഡിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക്. ജെയ്ഡ് ഒരുപാട് കാലപ്പഴക്കം, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോണാണ്. ചൈനക്കാരുടെ ഒരു ഫേവറേറ്റ് സ്റ്റോണാണ്. അത് ഒരു കിഴിച്ചുമാലയും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സുകളും ആഭരണങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ നാഗപ്പച്ച എന്ന് ഇതിനറിയപ്പെട്ടുകൊണ്ടിരുന്നത്. നാഗപ്പച്ച പച്ച നിറത്തോടു കൂടിയ ഇതുകൊണ്ടാകാം നാഗപ്പച്ച എന്നൊരു പേരും ഇതിന് ഉണ്ട്. വളരെ ഭംഗിയേറിയ സ്റ്റോൺ. ഇത് ഒരുപാട് ഇപ്പം നമ്മൾ ആഭരണങ്ങൾക്ക് മാത്രമല്ല, ഇതൊരു കാർവിങ് സ്റ്റോണും കൂടെയാണ്. നല്ല കൊത്തുപണികൾ ചെയ്ത് വീട്ടിലും ഒക്കെ നമുക്ക് ഭംഗിയായിട്ട് വെക്കാവുന്ന സ്റ്റോണുകളാണ്. ഈ ജെയ്ഡിൽ കൊത്തിയ ഒന്നാന്തരം ഒരു ഗണപതിയുടെ, അതായത് ഒരു 9-10 കിലോളം വെയിറ്റുള്ള ഒരു ഗണപതി വിഗ്രഹം കോട്ടയത്തെ ഇവിടെ ഷോറൂമിൽ ഇരിപ്പുണ്ട്. ഭയങ്കര ഭംഗിയത്, നല്ല ഭംഗിയാണ്. അത്യാവശ്യം വില ഉള്ള ഒരു സ്റ്റോണാണ്. 40,000-50,000 റുപ്പീസ് ആ ഒറ്റ 9 കിലോ വെയിറ്റ് വരും. ജെയ്ഡ് 9 കിലോ ആണ് അതിൻ്റെ വെയിറ്റ്. അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. അത് ജെയ്ഡ് ഒരു ഇതുപോലെ തന്നെ ചൈനീസിലേക്ക് അത് ഈ പണം കൊണ്ടുവരുന്ന ഒരു മണി അട്രാക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റോണായിട്ടാണ് കരുതുന്നത്. പിന്നെ പച്ചയാണല്ലോ, ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ അന്തരീക്ഷം ഒന്ന് ഇതാക്കി എടുക്കുന്നത്. കളറുകൾക്ക് ഒരുപാടുണ്ട്. ഇപ്പോൾ റെഡ് കളർ പോലല്ല പച്ച കളർ. പച്ചയ്ക്ക് ഒരു എപ്പോഴും സിഗ്നൽ തന്നെ പച്ചയല്ലേ. ഗ്രീൻ സിഗ്നൽ കിട്ടിയാൽ തന്നെ ഞാൻ വിടും കേട്ടോ, അടുത്ത ഗ്രീൻ സിഗ്നൽ കിട്ടാൻ നോക്കിയിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെ സംഭവം, ഒരു സമാധാനം അതെ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഗണപതിയൊക്കെ പലരും ഈ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒക്കെ വെക്കുന്നത്, കയറി വരുന്ന റൂമിലും പൂജാമുറിയിലൊക്കെ വെക്കാതെ. ജെയ്ഡ് ഗണപതി വളരെ ഫേമസ് ആണ്. ചെറിയ ടൈപ്പും ഒക്കെ കിട്ടും, പക്ഷെ നല്ല വലിപ്പമുള്ള 9 കിലോ എന്ന് പറയുമ്പം ഭയങ്കര പെർഫെക്ഷനാണ്, ഭയങ്കര ഭംഗിയാണ്. അപ്പം ഈ ജെയ്ഡ് എന്ന് പറയുന്നത് അത്രയ്ക്കും വലിയ ദളങ്ങളായിട്ട് കിട്ടും. പിന്നെ വലിയ ദളമായിട്ടാണല്ലോ ഈ കല്ലുകളെല്ലാം വലിയ ദളമായിട്ടാണല്ലോ വരുന്നത്. അത് നമ്മൾ പിന്നെ അത് ഖനനം ചെയ്ത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തൊക്കെ കൊണ്ടുവരുന്നതാണ്. ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട് ഇതിൻ്റെ. ജെയ്ഡിൻ്റെ ഗ്ലാസ്സുകളുണ്ട്. അപ്പം ഇത് പണ്ട് തൊട്ടേ ആൾക്കാർ ഇത് ഉപയോഗിച്ച് വരുന്ന ഒരു രത്നമാണ്. ഇപ്പോൾ നമ്മൾ മാലയായിട്ടോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ആയിട്ടോ റിങ്ങോ അല്ല, ഇതുപോലെ നമ്മളുള്ള കാർവിങ് ആയിട്ടും ഈ ഒരു രത്നങ്ങൾ നമ്മൾ ഗ്രീൻ എമറോൾഡൊക്കെ യൂസ് ചെയ്യുന്നവർ ഇഷ്ടംപോലെ ഗ്രീൻ ഷെയ്ഡുകൾ, ഗ്രീൻ കർട്ടനുകൾ, മണി പ്ലാന്റ്സ് ഒക്കെ വെക്കും. അതുപോലെ തന്നെ ഇതുപോലുള്ള ഗണപതിയെ പല സംഗതികളുണ്ട്. എല്ലാ സ്റ്റോൺസിലും ഈ കാർവിങ്ങിനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അമത്തിസ്റ്റ് പോലുള്ള രത്നങ്ങളും എല്ലാം കാർവ് ചെയ്യാം. അതുപോലെ റോസ് കോട്ട്സ്, ടൈഗർ ഐ ഒക്കെ നമുക്ക് കാർവ് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചൈനീസുകാരത് യൂഷി എന്നറിയപ്പെടും. യൂഷി എന്നാണ് ഈ സ്റ്റോൺ അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പുള്ള ഒരു എപ്പിസോഡിലും ഈ ഒരു രീതിയിലുള്ള ഒരു രത്നത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതായത് കുറച്ച് വലിയ സ്റ്റോണായിട്ട് നമുക്ക് ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു രത്നത്തെക്കുറിച്ച് സാറ് പറയാം. പൈറേറ്റ് എന്ന് പറയുന്ന ഒരു രത്നത്തെക്കുറിച്ച് സാറ് പറയുന്നത്. അതും ഇതുപോലെ തന്നെ കുറച്ച് വലിയ റോക്കാണ്. പൈറേറ്റ് എന്ന് പറയുന്നത് ഒരു, അതായത് കറക്റ്റ് കണക്ക് പറഞ്ഞാൽ 46.67 അയൺ കണ്ടൻസ് ആണുള്ളത്. അയണാണ് ജിമ്പ്, ബാക്കി സൾഫറാണ്, സൾഫൈഡ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ഈ രത്നം ഉണ്ടാകുന്നത്. അതിൻ്റെ ഫോർമേഷൻ അങ്ങനെയാണ്. അപ്പോൾ ഇത് പൈറേറ്റ് സ്റ്റോൺസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പൈറേറ്റ്
പൈറേറ്റ് സ്റ്റോണിനകത്ത് ഇൻവിസിബിൾ ഗോൾഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇൻവിസിബിൾ ഗോൾഡ്. അത് സ്റ്റോൺ നമ്മൾ കട്ട് ചെയ്തൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, പ്രത്യേക തളങ്ങൾ കട്ട് ചെയ്താൽ അതിൽ നമുക്കൊരു ഇങ്ങനെ ഒരു ഗ്ലിറ്ററിങ് കാണാം. ഗോൾഡിൻ്റെ ഒരു ഗോൾഡ് തിളക്കം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഗോൾഡിൻ്റെ മൈനിങ്ങിനകത്ത്, ഗോൾഡിൻ്റെ ഫോർമേഷനകത്ത് പൈറേറ്റിന് ഒരു ചെറിയ സ്ഥാനമുണ്ട്. ഈ സ്റ്റോണിനും ഒരു സ്ഥാനമുണ്ട്. പൈറേറ്റ് വിളഞ്ഞുണ്ടാകുന്ന ഏരിയകളിൽ ഇത് ഉണ്ടായിരുന്നു എന്ന സംശയം. ഈ ഗോൾഡ് കാണാൻ ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ഈ വയനാട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു കാലഘട്ടം, ആ ഒരു ഡിസാസ്റ്റർ ഇപ്പോൾ ഉണ്ടായല്ലോ. അപ്പോൾ ഒരുപാട് കല്ലുകളും ഒക്കെ പോന്നിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഈ ഏരിയയിൽ പണ്ട് ബ്രിട്ടീഷുകാർ വന്ന് ഒന്ന് തപ്പിയ ഏരിയ അത് ഗോൾഡ് മൈൻ ഉണ്ടെന്നുള്ള ഒരു ധാരണയിൽ. ഈ പൈറേറ്റ് സ്റ്റോൺസൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓപ്പൺ പിറ്റ് മൈനിങ്ങിലാണ് ഇത് കിട്ടുന്നത്. ഓപ്പൺ പിറ്റ് കുഴിച്ചിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒഴുകി വരുന്ന പല കല്ലുകളും പല സ്ഥലത്തു നിന്നും ഇതുപോലെ തന്നെയുള്ള, അതുപോലെ ഈ വോൾക്കാനിക് എറപ്ഷൻ കൊണ്ടുവരും. അതുപോലെ തന്നെ ഭൂമി കുലുങ്ങിയിട്ടും അതുപോലെ തന്നെ ഉരുള് പൊട്ടിയിട്ടും ഒക്കെ വരുമ്പോൾ രക്തദളങ്ങൾക്ക് ഒരുപാട് ചാൻസസ് ഉണ്ട് കിട്ടുവാൻ. പൈറേറ്റ്സൊക്കെ ഈ വിഭാഗത്തിൽപ്പെടുന്ന കല്ലുകളാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടാൽ നമുക്ക് ചെറിയ ഒരു ഗോൾഡ് സ്പോട്ടിംഗ് ഉണ്ടെങ്കിൽ അത് സംശയിക്കണം. നമ്മൾ പറഞ്ഞു വന്നത് ഇൻവിസിബിൾ ഗോൾഡ് ഉള്ള ഒരു രത്നത്തെക്കുറിച്ചാണ്. അതെ, ഇൻവിസിബിൾ ഗോൾഡ് എന്ന് പറയുമ്പോൾ ഈ ഗോൾഡിൻ്റെ ഒരു അംശം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ കോട്ടയത്തൊരു സ്റ്റോൺ എനിക്ക്, അതായത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തിരിക്കുന്ന എന്നാൽ അല്പം വലിപ്പമുള്ള, ഇതിനകത്ത് നമ്മൾ ദൂരെ നോക്കാതെ തിളങ്ങും. അപ്പോൾ ആരും ഒന്ന് കണ്ടാലും പെട്ടെന്ന് തന്നെ തിളക്കമുണ്ട് അതിനകത്ത് ഗോൾഡ്. ഇതുകൊണ്ട് തന്നെ ഈ രത്നത്തിന് ഫൂൾസ് ഗോൾഡ് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് നമ്മൾ സ്വർണം. അത് പറയപ്പെടുന്നതെന്ന് വെച്ചാൽ വലിയ ദളത്തിൽ നിന്ന് വളരെ സ്മാർട്ടായിട്ട് റിഫൈൻ ചെയ്യാൻ കഴിവുള്ളവർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഗോൾഡ് ലഭിക്കാൻ പറ്റും. ഒഴുകി വരുന്നതും ഇതുപോലെ ഓപ്പൺ മൈനിങ് ആണ്. മൈനിങ് പലതരത്തിലുണ്ടല്ലോ, പലതരത്തിലുള്ള മൈനിങ് ഉണ്ട്. അതിൽ ഓപ്പൺ മൈനിങ്ങിൽ ആണ് ഇത് കൂടുതലും കുഴിച്ചെടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ വെള്ളത്തിൻ്റെ ഈ ഭൂമിയുടെ ഒഴുക്ക്, അതുപോലെ തന്നെ ഉരുള് പൊട്ടൽ, ഈ സമയങ്ങളിലൊക്കെ പലതരത്തിലുള്ള രത്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ കണ്ട് ഇപ്രാവശ്യത്തിനകത്ത് മഞ്ഞ പോലത്തെ കല്ല്, മഞ്ഞ കളറിലുള്ളതൊക്കെ നമുക്ക് വിഷ്വലിലൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ആൾക്കാർ എന്തെങ്കിലും കല്ലുകൾ കിട്ടുമ്പോഴും അത് മറ്റേ രക്തമാണ്, ഇത് രത്നം കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനത് വിശ്വസിച്ചിട്ടില്ല. എന്നാലും രത്നങ്ങൾക്കുള്ള അവൈലബിലിറ്റി ഉണ്ട്, ഒരു സാധ്യതയുണ്ട്. അത് ഭൂമിക്കടിയിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉരുൾപൊട്ടൽ വഴി അത് പുറത്തേക്ക് വരാനുള്ള നമ്മൾ നാച്ചുറലായിട്ട് രത്നങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെ അടിയിൽ കിലോമീറ്ററോളം ആഴത്തിൽ രത്നങ്ങൾ വിളഞ്ഞുണ്ടാകും. പിന്നീട് ഭൂമിയിലുണ്ടാകുന്ന ചെറിയൊരു ഷിഫ്റ്റ് കൊണ്ടാണത് മുകളിലേക്ക് കയറി വരുന്നത്. ഇതുപോലുള്ള ഇതൊരു ഷിഫ്റ്റ് ആണല്ലോ. കുറേ അടി കിടക്കുന്ന സാധനമെല്ലാം മേളിലോട്ട് കയറി പൊട്ടി വരുമല്ലേ. അപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള ഭൂമിയൊക്കെ അടി എന്ന് പറയുമ്പോൾ ഭയങ്കര മിനറൽസ് കൊണ്ടും രത്നങ്ങൾ കൊണ്ടും മിനറൽസും എല്ലാം കൊണ്ടും വളരെ സമ്പന്നമാണ്. ഇപ്പം സാറ് പറയുകയുണ്ടായി നമുക്ക് ഈ രത്നങ്ങൾ നമ്മൾ ചെറിയ പീസസ് അല്ല, റിങ്ങോ അല്ലെങ്കിൽ ലോക്കറ്റോ ചെയ്യുന്നില്ല, നമുക്ക് ഷോ പീസായിട്ട് നമുക്കിത് ഉപയോഗിക്കാമെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ്റെനൻസ്, ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒന്ന് പരിപാലിക്കണേ? ഇത് കുറച്ചൊരു റഫ് കാറ്റഗറി സ്റ്റോൺസ് ആയത് പൈറേറ്റ്സ് ഒക്കെ തുടച്ച് വൃത്തിയാക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പം ചെറിയ സ്റ്റാൻഡിൽ പൈറേറ്റിൻ്റെ ഇങ്ങനെയുള്ള കട്ട്, എക്സ്റ്റേണൽ കട്ടിങ്ങോ കട്ടിങ്ങിലുള്ള കിട്ടുന്ന സ്റ്റാൻഡിൽ മേശപ്പുറത്ത് അതൊക്കെ നമ്മൾ തുടയ്ക്കുമോ, ഡെയിലി ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വിടുമോ. പിന്നെ റിങ് സൈസ് കുറച്ചുകൂടെ നല്ലത്, ഈ ബാൻഡിനേക്കാളും ഒക്കെ കുറച്ചുകൂടെ നല്ലത് റിങ്ങാണ്. ബാൻഡ് വരുമ്പോൾ നമ്മളൊരു ത്രെഡ് ചെയ്ത് തുളച്ചാണല്ലോ വരുന്നത്.
റിങ് അങ്ങനെയല്ലല്ലോ വരുന്നത്. റിങ് വലിയ ദളം പീസുകൾ കട്ട് ചെയ്ത് പിന്നെ അത് പോളിഷ് ചെയ്ത് എല്ലാം ഒരു കബോഷൻ ടൈപ്പ് കട്ടിങ് ആയിരുന്നു കൂടുതലും. ഈ ഒരു മേൽവശം കാപ്പിക്കുരു പോലെ ഉരുട്ടിയെടുത്ത് അടിവശം ഫ്ലാറ്റായിട്ട് വരുന്നതിനാണ് കബോഷൻ കട്ടിങ് എന്ന് പറയുന്നത്. എനിക്കൊന്ന് മൂൺ സ്റ്റോണൊക്കെ ആ ഒരു ഷേപ്പ്, മൂൺ സ്റ്റോണൊക്കെ പഴയ രീതിയിലുള്ള കട്ടിങ് ആണ്. പണ്ട് ആദ്യം നിലവിൽ വന്ന കട്ടിങ് കബോഷൻ കട്ടിങ്. പിന്നെയാണ് ഇപ്പോൾ അതെല്ലാം ബ്രില്യൻ കട്ടിങ്ങും എമറാൾ കട്ടിങ്ങും ഒക്കെ ആയിട്ട് മാറിയത്. ഓക്കെ. ഇപ്പം സാർ പറഞ്ഞ ഈ പൈറേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോൺ നമുക്ക് മോതിരമായിട്ടൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അത് മറ്റേതെങ്കിലും രത്നങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാം? അയൺ കണ്ടൻസ് ഉള്ളതുകൊണ്ട് ഈ ബ്ലൂ സഫയർ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ സഫയർ ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കാം. അതുപോലെ പല രത്നം ഇതിപ്പോൾ അങ്ങനെ നമ്മൾ സ്പെസിഫിക്കായിട്ട് അതൊരു പ്ലാനറ്റിനെ ഒന്നും റെപ്രസെൻ്റ് ചെയ്യുന്ന രത്നങ്ങളല്ല ഇതൊക്കെ അല്ലാതെ തന്നെ ഒരുപാട് വസ്തുക്കളാണ് ഇതിനകത്തുള്ളത്. ഈ പ്രകൃതി തന്നിരിക്കുന്ന പല വിഭവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഇപ്പം ആ പൈറേറ്റിലുള്ള ആ ഒരു ഗോൾഡിൻ്റെ ആ ഒരു തിളക്കമൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വെൽത്ത് അല്ലെങ്കിൽ അബണ്ടൻസിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന പൈറേറ്റ് അട്രാക്ട്സ് മണി എന്നാണ് പറയുന്നത്. അത് ഫെങ്ഷോയിൽ അവർ അത് സ്പെസിഫിക് ആയിട്ട് അവർ പൈറേറ്റ് സ്റ്റോണേ ഇടാൻ പറയുള്ളൂ ഏത് ചൈനീസ് ഷോപ്പിൽ ചെന്നാലും. ഫോർ വെൽത്ത് അട്രാക്ഷൻ ഓഫ് മണി. അപ്പം നമുക്ക് ഒരു ചാർട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാതെ ഒരു വ്യക്തിക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിന് എന്ന് കരുതി ഉപയോഗിക്കാം. അങ്ങനെയാണ് ഇത് പറയപ്പെടുന്നത് അങ്ങനെയാണ്. ഇതിനെല്ലാത്തിനും ഓരോ ചരിത്രങ്ങളുണ്ടല്ലോ. ഓരോ കാര്യങ്ങൾക്കും ഓരോ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന ആരാധന ക്ഷേത്രത്തിൽ പോയി തൊഴുതാൽ നമ്മുടെ കുറേ കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ഒരാഴ്ച കൊണ്ട് പരിഹാരം ഉണ്ടാകും എന്ന് പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. അതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പൈറേറ്റ് സ്റ്റോൺസ്, പൈറേറ്റ് അട്രാക്ട്സ് മണിയെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഗ്ലിറ്ററിങ്, ഒരു സ്പാർക്ക് എപ്പോഴും അതിനകത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ രത്നങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന വലിയ ദളങ്ങൾ കാർവ് ചെയ്തൊക്കെ ഉപയോഗിക്കുന്ന രീതികളെക്കുറിച്ച് പറഞ്ഞു. ബാൻഡുകൾ, മാലകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ രത്നദളങ്ങളുടെ ചെറിയ പീസസ് വെച്ചിട്ടുള്ള ചെറിയ മരങ്ങൾ അല്ലെങ്കിൽ ട്രീസ് പിന്നെ ആൾക്കാർ ഉപയോഗിക്കുന്നു. അമെത്തിസ്റ്റിൻ്റെ ഉണ്ട്, റോസ് കോട്ട്സ് ഉണ്ട്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുണ്ട്. 7 ചക്രാസിൻ്റെ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഉണ്ട്. അതെല്ലാം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്ന് വെച്ചാൽ ആ മോടി പിടിപ്പിക്കുവാണ്. നമ്മളൊരു റൂം പണിതിട്ട് അത് എത്രമാത്രം ഭംഗിയാക്കി എടുക്കാമെന്ന് പറഞ്ഞ് ഭംഗിക്കും നമ്മൾ വളരെ ക്ലീൻ ഒരു വൃത്തിക്കും വളരെ സ്ഥാനമുണ്ട്. നല്ല വൃത്തിയും ഐശ്വര്യമുള്ള സ്ഥലത്തെ മഹാലക്ഷ്മി ഉണ്ടാവുള്ളെന്ന് പറയും. മനസ്സിലല്ലേ? അടഞ്ഞു പൂട്ടി കിടക്കുന്ന വീടുകൾ, ചുക്കലി പിടിച്ച് കിടക്കുന്ന പൂജാമുറികൾ, ഇതൊന്നും ശരിയല്ല എന്നാണ് പറയുന്നത്. കാരണം അതെല്ലാം ഒരു അഴുക്കും വൃത്തികേടും ആയിട്ടിരിക്കുന്നിടത്ത് ഒരിക്കലും നമുക്ക് തന്നെ കയറാൻ ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ലക്ഷ്മി കടാക്ഷം, ഐശ്വര്യദേവതയുടെ ഒരു കടാക്ഷം വേണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മോടി പിടിപ്പിക്കാം. ഇതുപോലെ ട്രീസൊക്കെ വളരെ നല്ലതാണ്, നല്ല ഭംഗി. വലിയ വിലയൊന്നും ഇല്ലല്ലോ ഇതിനൊന്നും, വലിയ വിലയില്ല. എന്നാൽ അത് വളരെ ഭംഗിയാക്കി വന്നാൽ തന്നെ ഒരു ഓഫീസിൽ ഒരാൾ വന്നാൽ തന്നെ അവർക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നണം. അതിനാണ് ഈ കളേഴ്സും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അല്ലെ എല്ലാം ഒരു വൈറ്റ് മാത്രം അടിച്ചാൽ മതിയായിരുന്നല്ലോ. ഈ കളറുകളെല്ലാം കൊടുത്തിരിക്കുന്നത് എന്തിനാ? എല്ലാം മനുഷ്യന് വേണ്ടി തന്നെയാണ്. അത് എപ്രകാരം നമ്മൾ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് കാണുമ്പോഴും ഒക്കെയുള്ള ആ ഒരു പോസിറ്റിവിറ്റി, അട്രാക്ഷൻസ് ആണ് കൂടുതൽ. സ്റ്റോൺസും എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ ജെയ്ഡ് അതുപോലെ പൈറേറ്റ് സ്റ്റോണിൻ്റെയൊക്കെ വിശേഷങ്ങൾ പങ്കുവച്ചു. പക്ഷെ നമ്മൾ പല എപ്പിസോഡുകളായിട്ട് തുടർന്നു പോരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഓരോ ലഗ്നത്തെക്കുറിച്ചും രാശികളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ മുമ്പുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞ് നിർത്തിയത് കന്നി രാശിയെക്കുറിച്ചാണ്. അതിലുള്ള കൺജങ്ഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം നമ്മൾ അടുത്ത ഇതിലേക്കാണ് കടക്കുന്നത്. കന്നി കഴിഞ്ഞ തുലാം രാശി. തുലാം രാശിയാണ് സൈൻ ഓഫ് ലിബ്ര. ഒരു പുരുഷൻ കയ്യിൽ ത്രാസുമായിട്ട് നിൽക്കുന്ന ചിഹ്നമാണ്.
അതിൻ്റെ ഒരു സിമ്പൽ, അളവ് തൂക്കം, സത്യം, നീതി, ധർമ്മം, കച്ചവടം, ജുഡീഷ്യറി, ഇതെല്ലാം പെടുന്ന ഒരു ഒരു ഹൗസാണിത് തുലാം രാശി എന്ന് പറയുന്നത്. അത് ശുക്രനാണത് റൂൾ ചെയ്യുന്നത്. തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ്. ലഗ്നാധിപനും ലഗ്നാധിപൻ എന്ന് പറഞ്ഞാൽ ലഗ്നം അത് വന്നെങ്കിൽ, തുലാം ലഗ്നം വന്നെങ്കിൽ, തുലാം രാശിക്കാർക്ക് അതിന് വൃശ്ചികവും കന്നിയൊക്കെ ആകാമല്ലോ. മനസ്സിലല്ലേ? തുലാത്തിൽ ലഗ്നവും തുലാം രാശിയും വരുന്നത് വളരെ സവിശേഷത. ലഗ്നവും കൂറും എല്ലാം ഒരേ സൈൻ വരുന്നതും വളരെ നല്ലതാണ്. അപ്പം പിന്നെ ആ പ്ലാനറ്റിന് ബലം കൂടി. തുലാത്തിൻ്റെ അധിപൻ ശുക്രനാണ്. തുലാക്കൂറ്, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി. തുലാം ലഗ്നം, അതായത് ആ ജനിച്ച 2 മണിക്കൂർ കൂടുമ്പോൾ ലഗ്നം മാറുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കൃത്യം ആ തുലാം ലഗ്നത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ലഗ്നാധിപനും ശുക്രനായി, ചന്ദ്രൻ്റെ കൂറിൻ്റെ അധിപനും തുലാമായി. ഇനി അതിനകത്ത് ശുക്രനോട് നിൽക്കുവാണെങ്കിലോ ലഗ്നാധിപനും കൂറിൻ്റെ അധിപനും തുലാം രാശിയുടെ അധിപനും ആയിട്ടുള്ള ശുക്രൻ ആ തുലാത്തിൽ തന്നെ നിൽക്കുന്നത് വളരെ കേമമാണ്. അങ്ങനെയൊക്കെയുള്ള പ്ലാനറ്ററി പൊസിഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് ഒരു മെയിൻലി ശുക്രൻ്റെ ക്വാളിറ്റീസ് ഇപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പുള്ളി മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റാണ്. ലവ്, റിലേഷൻഷിപ്പ്, അല്ലേ, ആർട്ടിസ്റ്റിക് ടാലൻസ്, അങ്ങനെയൊക്കെയാണ് ഇതിനെ ഈ ശുക്രനെ കുറിച്ച് പറയുന്നത്. തുലാം രാശിയെക്കുറിച്ച് പറഞ്ഞാൽ കച്ചവടക്കാരനാണ്. കച്ചവടമാണ് മെയിൻ. ജുഡീഷ്യറിയാണ് മെയിൻ. വക്കീലന്മാർ, അതുപോലെ ജഡ്ജിമാർ, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം പെടുന്ന ഒരു രാശിയാണിത്. കാരണം ത്രാസാണല്ലോ. തുലാം രാശിക്കാർക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാലൻസ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ വരും. കഴിയുന്ന ജീവിതത്തിൽ അങ്ങനെയും ചിന്തിക്കുവാരും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കും. നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻസിൽ ഇത് എവിടെയെല്ലാം പോയി കൃത്യമായിട്ട് നിൽക്കുന്നെന്നുള്ളതും ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും തുലാം രാശിക്കാർക്കെല്ലാം ഇതാണ് ബാധകമെന്ന് വിചാരിക്കരുത്. അവരുടെ എല്ലാം ചാർട്ടിൽ മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ടും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പം നമ്മുടെ ഇൻ ജനറൽ അതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാരക്ടറാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ മേടത്തിൽ നിന്ന് 7th ചാർട്ടായിരുന്നു. അപ്പോൾ മാരേജുമായിട്ടുള്ള റിലേഷന്, പാർട്ട്ണർഷിപ്പ്, ബിസിനസ്, ഇതെല്ലാം ഇതുമായിട്ട് കണക്റ്റഡാണ്. സോഡിയാക് സൈനിലും 7ാമത്തെ സൈനാണ്. എരീസിൻ്റെ 7th ഹൗസ്, 7th സൈൻ എന്ന് പറയുന്നത് ലിബ്ര വന്നു. അത് പാർട്ട്ണറാണ്, ലൈഫ് പാർട്ട്ണർ, ബിസിനസ് പാർട്ട്ണർ. റൊമാൻസ്, ലവ്, മാരേജ്, ബിസിനസ്, ജുഡീഷ്യറി, എല്ലാം ലക്ഷറി, എല്ലാ സംഗതികളും ഇതിനകത്ത് കണക്റ്റഡാണ്. മനസ്സിലല്ലേ? സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവരും സൗന്ദര്യ ആരാധകരും സൗന്ദര്യത്തിന് വേണ്ടി പണം ചെലവാക്കുന്നവരും ഒക്കെ ഈ രാശിയിൽ പെടുന്ന ആൾക്കാരായിട്ട് വേണം കൺസിഡർ. സിനിമ ബ്യൂട്ടീഷ്യൻസ്, സിനിമ ഫീൽഡിലുള്ള ആൾക്കാർ, ആർട്ടിസ്റ്റുകൾ, എനിത്തിങ് റിലേറ്റഡ് വിത്ത് ലക്ഷറി ഓണർഷിപ്പ് ശുക്രനാണ്. ശുക്രൻ തുലാത്തിൻ്റെയും ഇടവത്തിൻ്റെയും ഉണ്ട്. ഇടവം എന്ന് പറയുമ്പോൾ തുലാത്തിൻ്റെ 8ാമത്തെ പൊസിഷനാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ പ്ലസ് പോയിന്റ്സ് മൈനസ് നിറഞ്ഞതാണല്ലോ ജീവിതവും തന്നെ. അപ്പം തുലാം രാശിക്കാർക്ക് ഇതെല്ലാം ഉണ്ടെങ്കിൽ അവർ വളരെ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ അവർക്ക് കഷ്ടനഷ്ടങ്ങളും വരും. കാരണം ഈ ശുക്രൻ തന്നെ അഷ്ടമാധിപൻ കൂടെയാണ്, 8ാം ഭാവത്തിൻ്റെ അധിപൻ കൂടെയാണ്. അപ്പം നഷ്ടങ്ങളും തരാം. അപ്പം നമ്മൾ ഈ സ്റ്റോൺസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് സൈൻ ശുക്രൻ്റെ കല്ലെന്ന് പറയുന്നത് ഡയമണ്ട് ആണല്ലോ, അറിയാലോ. ഇപ്പം ലഗ്നാധിപൻ ആയിരിക്കുന്ന ശുക്രൻ പോയി കന്നിയിൽ ചെന്നാൽ കന്നിയിൽ ഇദ്ദേഹത്തിൻ്റെ നീചരാശിയാണ്. കന്നി എന്ന് പറയുന്നത് കണക്കുകൂട്ടലിൻ്റെ ആളാണ്.
ശുക്രനാണെങ്കിൽ റൊമാൻറ്റിക് ലവിൻ്റെ ആളാണ്. കണക്കൂട്ടലിൻ്റെ അടുത്ത് പോയി കിടന്നാൽ പുള്ളി കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് അത് പുള്ളിയുടെ ഡെബിലിറ്റേഷൻ സംഭവിക്കുന്ന രാശിയാണ് കന്നി. അപ്പം തുലാം ലഗ്നത്തിൽ ഒരാൾ ജനിച്ചു, ഡയമണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം അതിനകത്ത് ഈ അഷ്ടമ ഭാവം കൂടെ ശുക്രൻ്റെ ഉള്ളത് കൊണ്ട് ഒരു റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ പകരം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ചില സെമി പ്രീഷ്യസ് ലഗ്നങ്ങൾ കൊണ്ട് നമുക്കതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. രത്നത്തെക്കുറിച്ച് പറഞ്ഞാൽ ഈ ജനറൽ പറഞ്ഞാൽ തുലാം രാശിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, സൂര്യൻ്റെ ഡെബിലിറ്റേഷൻ സംഭവിക്കുന്ന ഹൗസാണ്. സൂര്യൻ ഡെബിലിറ്റേഷൻ അവിടെ എനിക്ക് തോന്നുന്നു ഈ തുലാം രാശിയുടെ പ്രത്യേകതകളെക്കുറിച്ച് ഈ പറയുന്ന സൂര്യൻ്റെ ഒരു നീചപ്പെട്ടു പോയതിൻ്റെ കാരണങ്ങൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിലേക്ക് അതിനെ ഉൾപ്പെടുത്താം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം.